യന്ത്രത്തോക്കുകൾക്ക് നടുവിൽ ആഫ്രിക്ക എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ ഓടിവരുന്ന ചില ചിത്രങ്ങളുണ്ട്. കറുപ്പ്, ഇരുട്ട്, പട്ടിണിക്കോലങ്ങൾ, ആഭ്യന്തര കലാപങ്ങൾ, അരക്ഷിതത്വം. സ്വർണ വജ്രഖനികളും ധാതുസമ്പത്തും കൃഷിവിഭവങ്ങളും അവിടെ എത്രയധികമാണെങ്കിലും ആരുടെയും മനസ്സിന്റെ ആദ്യ പരിഗണന ഈ പറഞ്ഞ ഇരുണ്ട വശങ്ങൾക്കാണ്. ആഫ്രിക്കയുടെ പുതിയ മുഖം അങ്ങനെയല്ലെങ്കിൽ പോലും 20 വർഷം മുമ്പ് കെനിയയിലെ നെയ്റോബിയിൽ എത്തുമ്പോൾ ഇരുണ്ട യുഗത്തിന്റെ അവശേഷിപ്പുകൾ അവിടെ തുടിച്ചു നിന്നിരുന്നു. കൊടിയ കുറ്റകൃത്യങ്ങളും അഴിമതിയും അരാജകത്വവും ഏതു നിമിഷവും കാഞ്ചിവലിക്കപ്പെടാൻ തയ്യാറായി നിൽക്കുന്ന യന്ത്രത്തോക്കുകളും എയർപോർട്ടിൽ നിന്നേ സ്വാഗതം ചെയ്യുന്നു. ഇതേപ്പറ്റി കേട്ടറിവുണ്ടായിരുന്നിട്ടും കലയുടെ ആഫ്രിക്കൻ കൈവേലകൾ തേടി അവിടേക്ക് പോകാതിരിക്കാനാവില്ല. തബ്സിയയിലെത്തിയ ഒരു ആഫ്രിക്കൻ വംശജന്റെ മസായി സ്റ്റാച്യു ഉണ്ടോ എന്ന അന്വേഷണമാണ് എന്നെ ഈ ഉപഭൂഖണ്ഡത്തിലേക്ക് കൊണ്ടുവന്നത്. എന്താണ് ഈ മസായി സ്റ്റാച്യു? കൈകൾ ഇരുവശത്തും ചേർത്തുവച്ച് നിവർന്നു നിന്ന് മുകളിലേക്ക് ഉയർന്നു ചാടുന്ന ആഫ്രിക്കയിലെ വളരെ ജനകീയമായ ഒരു ആചാരത്തെ സ്റ്റാച്യു ചെയ്തതാണ് മസായി എന്ന് ജിജ്ഞാസയ്ക്ക് അയാൾ മറുപടി തന്നു. ജോർജ് എന്നാണ് 40 വയസ്സ് തോന്നിച്ച അയാളുടെ പേര്. മസായി സ്റ്റാച്യു എന്നത് ഒരു ദേശീയ വികാരമാണെന്ന് അതേപ്പറ്റി കൂടുതൽ അറിയാവുന്ന ഒരാളെപ്പോലെ അയാൾ വാചാലനായി. ദുബായിൽ എത്രയോ ആഫ്രിക്കക്കാർ ജീവിക്കുന്നുണ്ട്. ഇങ്ങനെയൊന്ന് ഈ കടയിൽ കിട്ടുമെന്നറിഞ്ഞാൽ അവർ കൂട്ടത്തോടെ ഇവിടെ എത്താതിരിക്കില്ലെന്ന് അയാൾ ബിസിനസിന്റെ വഴിയെ സംസാരിച്ചു. ജോർജിന് എന്നെപ്പോലെ ഒരു കച്ചവടക്കാരന്റെ മനസ്സാണുള്ളത്. സ്റ്റാച്യു തന്റെ രാജ്യത്ത് നിന്ന് കുറേശ്ശെ വരുത്തി വിൽക്കാൻ അയാൾ ആഗ്രഹിക്കുന്നു. ഞാൻ 150 പീസിന്റെ ഓർഡർ നൽകി. എന്തുമൊന്ന് പരീക്ഷിക്കുന്നത് നല്ലതാണല്ലോ. 2 ആഴ്ചയ്ക്കകം ജോർജ് ഒരു സഞ്ചിക്കുള്ളിൽ സാധനവുമായി എത്തി. 12-18 ഇഞ്ച് ഉയരമുള്ള ഈർക്കിൽ പോലെ മെല്ലിച്ച മസായി സ്റ്റാച്യു വളരെ കൗതുകമുണ്ടാക്കുന്നതായിരുന്നു. ഒന്നിന് 18 ദിർഹം വെച്ച് അയാൾ ആവശ്യപ്പെട്ടത് കുറച്ച് കൂടുതലായിരുന്നുവെങ്കിലും ആദ്യ ഇടപാട് അയാൾക്ക് സന്തോഷകരമാവട്ടെ എന്ന് കരുതി അത്ര തന്നെ നൽകി. ഇതാദ്യം വാങ്ങാനെത്തിയത് തമിഴ്നാട്ടിൽ വേരുള്ള ഒരു സിംഗപ്പൂർകാരനായിരുന്നു. 3 വീതം മസായി സ്ത്രീ പുരുഷന്മാരെ വാങ്ങുമ്പോൾ അയാളോട് ഞാൻ അതിന്റെ ഉപയോഗം ചോദിച്ചു. അങ്ങനെ അറിയുന്നത് ഈ ബിസിനസ്സിലെ അറിയാത്ത വഴികളെ തുറന്നു തരുമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. സംസാരമധ്യേ മനസ്സിലാകുന്നു അയാൾ സിംഗപ്പൂർ ടൂറിസം ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണെന്ന്. ടൂറിസം വിപണിയുമായി ബന്ധപ്പെട്ട തന്റെ ജ്ഞാനം വെച്ച് അദ്ദേഹം പറഞ്ഞത് കാഴ്ചയ്ക്ക് ഭംഗിയുള്ള ഉപഹാരങ്ങൾ വാങ്ങാനുള്ള താൽപ്പര്യത്തെക്കാൾ സന്ദർശകർക്കിപ്പോഴിഷ്ടം ഓരോ നാടിന്റെയും തനത് സംസ്കാരം പ്രതിഫലിപ്പിക്കുന്ന മെമന്റോകൾ വാങ്ങുന്നതിലാണെന്ന്. ആ നിലയ്ക്ക് മസായി സ്ത്രീ പുരുഷ സ്റ്റാച്യു ഏറെ പ്രിയപ്പെട്ടതായിരിക്കുന്നു. ഒരു വലിയ ഭൂഖണ്ഡത്തിന്റെ സാധാരണ ജീവിതത്തെ ആകെ ഇത് അഭിസംബോധന ചെയ്യുന്നുവെന്ന് പറയാം. ഇതുപോലെ വേറെയും വകകൾ ആഫ്രിക്കയിൽ പോയാൽ കാണാൻ കഴിയും. ലോക ടൂറിസം വിപണി ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരുപാട് വൈവിധ്യങ്ങൾ നിറഞ്ഞതാണത്. പക്ഷേ കച്ചവട സ്ഥലങ്ങളൊന്നും അത്ര സുരക്ഷിതമല്ല. എവിടെയും കവർച്ചക്കാരുടെയും അക്രമികളുടെയും വിളയാട്ടമാണ്. അതിനാൽ പുറത്തുനിന്നുള്ളവർ ബിസിനസ് ആവശ്യാർത്ഥം അവിടെ പോകാൻ മിക്കവാറും ഭയപ്പെടുന്നുണ്ട്. എന്നാൽ ഈ വക പ്രശ്നങ്ങൾക്ക് നടുവിലും അവിടെ വേണ്ടവണ്ണം ബിസിനസ് നടക്കുന്നുണ്ട്. എന്തും വരട്ടെ എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് അത് പറ്റൂ എന്ന് മാത്രം. ഓഫീസർ ഒടുവിൽ പറഞ്ഞ കാര്യങ്ങൾ എന്റെ മനസ്സിനെ മഥിച്ചു. എന്തും വരട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് വ്യാപാരം ചെയ്യുന്ന ആ മനോഭാവം എന്നിലും കുറേശ്ശെ ഉണ്ടല്ലോ. പോരാത്തതിന് അന്നു ഞാൻ ചെറുപ്പത്തിന്റെ ആവേശത്തിലും ഒരു രാജ്യത്തിന്റെ നയവും കരുതലും കെട്ടുറപ്പും കാര്യശേഷിയും അന്തസ്സുമൊക്കെ ആ രാജ്യത്തെ പ്രമുഖ എയർപോർട്ടുകളുടെ പ്രവർത്തന രീതി കൊണ്ട് ഏതാണ്ട് വിലയിരുത്താനാകുമെന്നാണ് തോന്നിയിട്ടുള്ളത്. മുമ്പ് വിമാനമിറങ്ങിയ 8ഓളം രാജ്യതലസ്ഥാന നഗരികളിലെ വിമാനത്താവളങ്ങളിലെ അനുഭവം തന്ന പാഠമാണത്. 9ാമത്തെ രാജ്യമായ കെനിയയുടെ ക്യാപിറ്റൽ സിറ്റി എയർപോർട്ട് തന്ന മോശം അനുഭവങ്ങൾ ആ രാജ്യപ്രകൃതത്തിന്റെ സൂചനയായി. യാത്രാരേഖകളെല്ലാം കുറ്റമറ്റതായിരുന്നുവെങ്കിലും അതങ്ങനെയല്ല. ചില അപാകതകളുണ്ട് എന്ന് വരുത്തി തീർക്കാനാണ് എമിഗ്രേഷൻ ഉദ്യോഗസ്ഥരിൽ ചിലർ ശ്രമിച്ചത്. നമ്മെ സമ്മർദ്ദത്തിലാഴ്ത്തി പണം തട്ടുകയാണ് ഇതിന് പിന്നിലെ ഉദ്ദേശം. പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല. രേഖകളെല്ലാം ശരിയാണെന്ന് വാദിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ തങ്ങൾക്കെന്തോ തെറ്റുപറ്റിയെന്ന മട്ടിൽ ക്ഷമാപണം നടത്തി അവർ മാന്യന്മാരായി എന്നെ വിട്ടയച്ചു. ടെർമിനലിന് പുറത്തേക്കിറങ്ങിയത് മറ്റെങ്ങും കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ചയിലേക്കാണ്.
ഷോപ്പുകളെല്ലാം സാധനങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഗ്ലാസ് ചുവരുകളെ ഇരുമ്പ് ഗ്രില്ലുകൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ സൂക്ഷിച്ചില്ലെങ്കിൽ ചില്ലു തകർത്ത് അക്രമികൾ സാധനം കൊണ്ടുപോകുമെന്നാണല്ലോ അത് പറയുന്നത്. എയർപോർട്ട് പോലും സുരക്ഷിതമല്ലെങ്കിൽ പുറത്തു സുരക്ഷിതത്വം എത്രമാത്രം ഉണ്ടായിരിക്കുമെന്ന് ഊഹിക്കുക പ്രയാസം. വിദേശിയാണെന്ന് കണ്ട രണ്ടുപേർ അടുത്തുകൂടി തങ്ങൾ ഔദ്യോഗിക ഗൈഡുകളാണെന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് സഹായം വാഗ്ദാനം ചെയ്തു. സ്നേഹപൂർവ്വം നിരാകരിച്ചു. ഒരു രാജ്യത്തും ഇന്നോളം ഗൈഡുകളുടെ സഹായം തേടിയിട്ടില്ല. കാരണം അവർ സ്ഥിരമായി വരച്ചിട്ട ഒരു വഴിയേ നമുക്ക് പോകാനാവൂ. ടൂറിസ്റ്റുകൾക്ക് ആ വഴികളൊക്കെയും തൃപ്തി നൽകാം. പക്ഷേ എന്റെ ലക്ഷ്യം സുഖവാസമോ കേവല കാഴ്ചകളോ അല്ലല്ലോ. പിന്നെ എന്താണെന്നത് ഒരു ഗൈഡിനും മനസ്സിലാവുകയുമില്ല. ആർക്കും വേണ്ടാതെ കിടക്കുന്ന പ്രകൃതി വിഭവങ്ങൾ എവിടെയാകും ഉണ്ടാകുക എന്ന് ചോദിച്ചാൽ അവർ ഒരു അരക്കെറുക്കനെ കാണുന്നത് പോലെ ഊറിച്ചിരിക്കുകയോ തുറിച്ചു നോക്കുകയോ ചെയ്തേക്കാം. എയർപോർട്ട് വളപ്പ് കടന്ന് പുറത്തെത്തിയപ്പോഴും ആ കാഴ്ച കണ്ടു. സ്ട്രീറ്റ് ഷോപ്പുകളിലെ സാധനം നിറച്ച ഗ്ലാസ് ഷെൽഫുകളെല്ലാം ഗ്രില്ലുകൊണ്ട് ആവരണം ചെയ്തിരിക്കുന്നു. ആളുകൾക്ക് സാധനം കൊടുക്കുന്നത് സിനിമാ തിയേറ്ററിലെ ടിക്കറ്റ് കൗണ്ടറിനെ ഓർമ്മിപ്പിക്കുന്ന കിളിവാതിലിലൂടെയാണ്. ആവശ്യപ്പെടുന്ന സാധനങ്ങളുടെ വലിപ്പമനുസരിച്ചാണ് കിളിവാതിലും ഉണ്ടാക്കിയിട്ടുള്ളത്. സ്വതന്ത്രമായി ചെയ്യേണ്ട ഒന്നായ ബിസിനസ്സിനെ ഇങ്ങനെ ശ്വാസം മുട്ടിക്കുന്ന ഒരു ദേശത്ത് എനിക്ക് ആവശ്യമായ സ്വതന്ത്രാവിഷ്കാരം നടക്കുമോ എന്ന് അപ്പോൾ മനസ്സ് സംശയിച്ചുകൊണ്ടിരുന്നു. ഷെറാട്ടൺ ഹോട്ടലിലായിരുന്നു റൂം ബുക്ക് ചെയ്തിരുന്നത്. അവിടേക്ക് പോകാൻ ഒരു ടാക്സിയെ സമീപിക്കുമ്പോൾ ടാക്സി സ്റ്റാൻഡിലുള്ള ഡ്രൈവർമാരുടെ ഒരു കൂട്ടം വന്ന് വളഞ്ഞു. തന്റെ വണ്ടിയിൽ കയറൂ എന്ന നിർബന്ധവുമായി. ടാക്സിക്കാരുടെ പിടിവലിയിൽ ചേരാതെ അകന്നു നിന്ന ഒരാളുടെ കാറാണ് സ്വീകരിച്ചത്. കാരണം അയാളുടെ ആ അച്ചടക്കം എന്നെ ആകർഷിച്ചു. അയാൾക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാവുന്നത് ആശ്വാസമായി. സംശയങ്ങൾ ചോദിക്കാൻ ഒരാളായല്ലോ. രണ്ടുപേർക്കിടയിൽ ഒരു സൗഹൃദം ആരംഭിക്കാൻ തണുത്ത പാനീയം എപ്പോഴും നല്ലതാണ്. വഴിയിൽ ഒരു ജ്യൂസ് കട കണ്ട് വണ്ടി നിർത്താൻ ആവശ്യപ്പെട്ടു. അപ്പോൾ അയാൾ പറഞ്ഞു, ഇവിടം അത്ര സുരക്ഷിതമല്ല. കാർ നിർത്തിയിട്ടാൽ കവർച്ചക്കാർ ചിലപ്പോൾ വന്ന് വളഞ്ഞ് തോക്ക് കാട്ടി ലഗേജ് എടുത്തുകൊണ്ട് പോകാം. കുറെ കൂടി പോയാൽ പോലീസ് പട്രോളിംഗ് ഉള്ള ഒരു റോഡിലെത്തും. അവിടെ നിർത്താം. ശരിയെന്ന് ഞാൻ പറഞ്ഞു. കുറെ ഷോപ്പുകളും മറ്റുമുള്ള സുരക്ഷിതമെന്ന് കണ്ട ഒരു സ്ഥലത്ത് അയാൾ കാർ നിർത്തി. കൂൾ ബാർ കാട്ടിത്തന്നു. ഒപ്പം വരാൻ വിളിച്ചപ്പോൾ സങ്കോചത്തോടെ വന്ന അയാൾ തനിക്കും ഒരു ജ്യൂസ് ഓർഡർ ചെയ്യുന്നത് കണ്ട് അവിശ്വസനീയതയോടെ എന്നെ നോക്കി. സാധാരണഗതിയിൽ ഒരു പാസഞ്ചർ ചെയ്യാത്ത കാര്യമാണതെന്നാണ് കൺതുറന്നുള്ള അയാളുടെ നോട്ടത്തിന്റെ അർത്ഥം. ഇതിനേക്കാൾ അയാളിൽ അവിശ്വസനീയത സൃഷ്ടിച്ചത് കൂൾബാറിനോട് ചേർന്ന ഹോട്ടലിന് മുമ്പിൽ നിന്ന് ഭക്ഷണം കഴിച്ചിറങ്ങുന്നവരോട് കൈനീട്ടി ഒന്നും കിട്ടാതെ ദൈന്യമാർന്ന മുഖവുമായി നിന്ന ഒരു വൃദ്ധന് ഞാൻ $1 നൽകിയതാണ്. വൃദ്ധനും അത് വിശ്വസിക്കാനായില്ല. കാരണം 56 ഷില്ലിംഗ് ആണ് $1. സാധാരണ 2-3 ഷില്ലിംഗ് ആണ് ഏറിയാൽ ദാനം ചെയ്യുക എന്ന് ഡ്രൈവർ എന്നെ ഉണർത്തി. ഇനി ഇങ്ങനെ ചെയ്യരുത് എന്ന അർത്ഥത്തിൽ. അതിന്റെ ഭവിഷ്യത്ത് എനിക്ക് ഉടനെ അറിയാനായി. ഹോട്ടൽ പരിസരങ്ങളിൽ ചിതറി നിന്ന പല പ്രായക്കാരായ കുറെ ആളുകൾ എനിക്ക് ചുറ്റും കൂടി. വൃദ്ധന് $1 സമ്മാനിച്ചത് എങ്ങനെയോ അറിഞ്ഞതുപോലെ. അവരുടെ ആവശ്യം ഭക്ഷണമായിരുന്നു. വിശപ്പിന് കള്ളത്തരമില്ലല്ലോ. അവർ 15 പേരുണ്ടായിരുന്നു. എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഡ്രൈവറോട് ചോദിച്ചു. ഇവർക്കെല്ലാവർക്കും ഭക്ഷണം വാങ്ങിക്കൊടുക്കാനാണ് തീരുമാനമെങ്കിൽ 18 ഷില്ലിങ്ങിന് ഒരാൾക്കുള്ള ചോറും പരിപ്പുകറിയും കിട്ടും. അത് മതി, അയാൾ അറിയിച്ചു. ഞാൻ അപ്രകാരം ചെയ്തു. ബാഗിൽ കരുതിയിരുന്ന ഓട്ടോ ഫോക്കസ് ക്യാമറ കൊണ്ട് ഞാൻ അവരുടെ ഫോട്ടോ എടുക്കുമ്പോൾ ഞാൻ പറയാതെ തന്നെ അവർ തോളോട് തോൾ ചേർന്ന് നിന്ന് പുഞ്ചിരി കാട്ടി. തങ്ങൾക്ക് നേരെ വിദേശികളുടെ ഇത്തരം ഫോട്ടോ എടുക്കൽ പതിവുള്ളതാണെന്ന് തങ്ങൾക്കറിയാമെന്ന പോലെ. ഒരു നേരത്തെ ഭക്ഷണത്തിന് പകരമുള്ള ആ ചിരിയിൽ അവർ അനുഭവിക്കുന്ന അപകർഷതയും നിസ്സഹായാവസ്ഥയും ഇല്ലേയെന്ന് പിന്നീട് ആ ഫോട്ടോ പ്രിന്റടിച്ച് കണ്ടപ്പോൾ ഓർത്തുപോയിട്ടുണ്ട്. നൈറോബി എയർപോർട്ടിൽ വന്നിറങ്ങി ഹോട്ടലിലേക്ക് പോകും വഴിയുള്ള ഏതാനും മണിക്കൂറിനുള്ളിലുണ്ടായ ചില കാര്യങ്ങളിൽ നിന്ന് തന്നെ കെനിയയുടെ സാമൂഹിക ജീവിതത്തിന്റെ അവസ്ഥ അറിയുകയായി. ആർട്ട് ആൻഡ് ക്രാഫ്റ്റിന്റെ പ്രവർത്തനങ്ങളുമായി മുമ്പ് പോയ 8 രാജ്യങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തം. ഷെറാട്ടൺ ഹോട്ടലിന് മുമ്പിൽ കാർ നിർത്തി ലഗേജ് ഇറക്കാൻ തുടങ്ങുമ്പോൾ ടൂറിസ്റ്റുകൾക്ക് താമസ സൗകര്യം ഏർപ്പാടാക്കി കമ്മീഷൻ പറ്റുന്ന ഒരു ഏജന്റ് എന്നെ സമീപിച്ച് പറഞ്ഞു, സർ, ഈ ഹോട്ടലിലെ റൂം വാടകയുടെ 1/4 റൂം കിട്ടാനുണ്ട്.
സിറ്റിയുടെ ബഹളങ്ങളൊന്നുമില്ലാതെ സ്വസ്ഥമായി താമസിക്കാം. ശല്യക്കാരുള്ള സ്ഥലമേ അല്ല അത്. ഡ്രൈവർ എനിക്ക് വേണ്ടി ഏജന്റിനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു. കെനിയൻ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേൾക്കാൻ നല്ല രസമായിരുന്നു. സംസാരം അവസാനിക്കുമ്പോൾ ഒരു തീരുമാനത്തിലെത്തിയ സംതൃപ്തി രണ്ടുപേരിലും കണ്ടു. ഡ്രൈവർ പറഞ്ഞു, വലിയ ഹോട്ടലിന്റെ സൗകര്യമൊന്നും വേണ്ടെങ്കിൽ പറഞ്ഞ വാടകയ്ക്ക് അവിടുത്തെ താമസം തരക്കേടില്ല. അടുത്ത് ഭക്ഷണത്തിന് നല്ല റെസ്റ്റോറന്റുകളുണ്ട്. പോലീസ് പട്രോളിംഗ് ഉള്ള സ്ഥലമായതുകൊണ്ട് പുറമേയുള്ള ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല. പട്രോളിങ്ങിന്റെ കാര്യം പറയുമ്പോൾ ഡ്രൈവർ ശബ്ദത്തിന് കൂടുതൽ ഊന്നൽ നൽകിയിരുന്നു. ഇവിടെ ഏറ്റവും പ്രധാനം അതാണെന്ന മട്ടിൽ. ഏതൊരു രാജ്യത്ത് ചെല്ലുമ്പോഴും ഞാൻ താമസത്തിന് ചെലവ് കുറഞ്ഞ വാസസ്ഥലം തിരഞ്ഞെടുക്കുകയാണ് പതിവ്. അത് പണച്ചെലവ് കുറയ്ക്കാനല്ല. നക്ഷത്ര സൗകര്യങ്ങളിൽ കഴിയുമ്പോൾ പൊതുവെ അവിടെ വന്നു പോകുന്നവരൊക്കെയും പറക്കുന്നൊരു ജീവിതത്തിന്റെ വക്താക്കളാകാനാണ് വഴി. എന്നാൽ എനിക്ക് സംവദിക്കേണ്ടത് ഭൂമിയോട് ചേർന്ന് നിൽക്കുന്ന അടിത്തട്ട് ജീവിതമറിയുന്ന ആളുകളുമായാണ്. അവരിൽ നിന്നേ ലക്ഷ്യത്തിലേക്കുള്ള ലിങ്ക് കിട്ടൂ. അതിനാവശ്യം നഗരമധ്യത്തേക്കാൾ നഗരപ്രാന്തത്തിലുള്ള സത്രങ്ങളിലെ താമസമാണ്. അത്തരം വാസസ്ഥലം കണ്ടെത്തുന്നതുവരെ മാത്രമാണ് എസ്റ്റാബ്ലിഷ്ഡ് ഹോട്ടലുകളിലെ താമസം. ഏതായാലും നൈറോബിയിൽ ഷെറാട്ടൺ ഹോട്ടലിന്റെ പടിവാതിൽക്കൽ വെച്ച് തന്നെ മനസ്സിനിണങ്ങുന്ന ഒന്ന് ഇതാ തരപ്പെട്ടിരിക്കുന്നു. ഏജന്റ് പറഞ്ഞതിനേക്കാൾ സൗകര്യം ആ ടൂറിസ്റ്റ് ഹോമിനുണ്ടായിരുന്നു. ഇന്ത്യക്കാരനാണെന്നറിഞ്ഞപ്പോൾ റിസപ്ഷനിസ്റ്റ് ബോളിവുഡിന്റെ വമ്പൻ താരങ്ങളായ അമിതാഭ് ബച്ചന്റെയും ഷാരൂഖ് ഖാന്റെയും പേരിൽ എന്നോട് കൂടുതൽ ബഹുമാനം കാട്ടി. വിയറ്റ്നാമികൾ തങ്ങളുടെ രാജ്യത്തെ സ്വാധീനിച്ച ഭരണതന്ത്രജ്ഞരായ നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയെയും എന്നിലൂടെ കണ്ടതുപോലെ. ടൂറിസ്റ്റ് ഹോമിൽ എത്തിച്ചതിന്റെ കമ്മീഷൻ വാങ്ങി പോകാൻ തുനിഞ്ഞ ഏജന്റിനെ ഡിന്നറിന് ക്ഷണിച്ചു, കൂടെ ഡ്രൈവറെയും. ഭക്ഷണശാലയിൽ വെച്ച് എന്റെ ബിസിനസ് എന്തെന്നും അതിന്റെ സുഗമമായ ഇംപ്ലിമെന്റേഷന് ആദ്യം നെയ്റോബിയെപ്പറ്റി കൂടുതൽ അറിയണമെന്നും അതിനെന്നെ സഹായിക്കണമെന്നും ഇരുവരോടും പറഞ്ഞു. ആദ്യം കേൾക്കുന്നവർക്ക് പെട്ടെന്ന് ഗ്രഹിക്കാൻ കഴിയുന്ന ഒരു ബിസിനസ് അല്ല എന്നതിനാൽ അവർക്ക് പല സംശയങ്ങളും ചോദിക്കാനുണ്ടായിരുന്നു. ഭക്ഷണമേശയിലെ പ്ലേറ്റും ഗ്ലാസും സ്പൂണും ഫോർക്കുമൊക്കെ കാട്ടിക്കൊണ്ട് പറഞ്ഞു, ഇപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് സിറാമിക് കൊണ്ടും സ്റ്റീൽ കൊണ്ടുമാണ്. ഇതെല്ലാം ആഫ്രിക്കയുടെ പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് ആർട്ടിന്റെയും ക്രാഫ്റ്റിന്റെയും സാധ്യത ഉപയോഗിച്ചുണ്ടാക്കാനാകും. ഇതുമാത്രമല്ല, ഏതു തരത്തിലുള്ള നിത്യോപയോഗ സാധനങ്ങളും അലങ്കാര വസ്തുക്കളും നിർമ്മിച്ചെടുക്കാം. കാഴ്ചയ്ക്കഴകും ഉപയോഗത്തിൽ ആരോഗ്യവും പ്രദാനം ചെയ്യുന്ന ഈ ഉൽപ്പന്നങ്ങൾക്ക് ലോകത്തെവിടെയും ആവശ്യക്കാരുണ്ട്. ആ ലളിതമായ ക്ലാസ്സിൽ അവർ കാര്യങ്ങൾ അത്യാവശ്യം ഗ്രഹിച്ചു. 2-3 തലമുറകളായി നെയ്റോബിയിൽ വ്യാപാരം ചെയ്യുന്ന ഇന്ത്യൻ കുടുംബങ്ങളെക്കുറിച്ച് ഡ്രൈവർ അപ്പോൾ പറഞ്ഞു. അവർക്ക് ഇക്കാര്യത്തിൽ ഒരു ഗൈഡ് ലൈൻ തരാനാവുമത്രേ. ഇവിടെ ഡയമണ്ടും ഗോൾഡും ബിസിനസ് ചെയ്യുന്ന ഒരു ഇന്ത്യൻ കുടുംബത്തിൽ ഭാര്യ സർവന്റായി ജോലി ചെയ്യുന്ന വിവരവും അയാൾ സാന്ദർഭികമായി പങ്കുവച്ചു. ഞാനപ്പോൾ ചെറുചിരിയോടെ പറഞ്ഞു, ഡയമണ്ടും ഗോൾഡുമൊക്കെ ബിസിനസ് ചെയ്യുന്ന ഒരു റിച്ച് സൊസൈറ്റിക്ക് എന്നെ മനസ്സിലാക്കാൻ പ്രയാസമാകും. ആഫ്രിക്കയിൽ വന്ന് ഇതൊക്കെ എന്തിനു ചെയ്യണമെന്നവർ ആശ്ചര്യം കൂറുകയോ എന്നെ ഇന്ത്യൻ സ്നേഹം പ്രകടിപ്പിച്ച് മടക്കി അയക്കാൻ തുനിയുകയോ ചെയ്തേക്കാം. പറഞ്ഞതിലെ കളിയും കാര്യവും ആസ്വദിച്ച് അവരും ചിരിച്ചു. എനിക്ക് ആദ്യം മസായി മാർക്കറ്റിലാണ് പോകേണ്ടത്. അവിടുത്തെ ആളുകളെയാണ് കാണേണ്ടത്. ഏജന്റ് അതിശയത്തോടെ ചോദിച്ചു, ആദ്യമായി നെയ്റോബിയിൽ വരുന്ന താങ്കൾക്ക് എങ്ങനെ അറിയാം മസായി മാർക്കറ്റ്? ദുബായിൽ കണ്ട മസായി സ്റ്റാച്യു പ്രചോദനവും പ്രലോഭനവുമായ കഥ ഞാൻ അവരോട് പറഞ്ഞു. ഒരു ടാക്സി ഡ്രൈവർ എന്ന നിലയിൽ പലവട്ടം അവിടെ പോയിട്ടുള്ള കാര്യം ഡ്രൈവർ അറിയിച്ചു. ആഴ്ചയിൽ 2 ദിവസമാണ് അതിന്റെ പ്രവർത്തനം, ചൊവ്വയും ബുധനും. ബിസിനസ് ചീറ്റിങ്ങും അക്രമി സംഘങ്ങളുടെ തേർവാഴ്ചയും യഥേഷ്ടമുള്ള ഒരു മാർക്കറ്റാണതെന്ന് മുന്നറിയിപ്പ് തന്നു. അപകടകരമായ ഈ അവസ്ഥയ്ക്ക് നടുവിലും ഒരു വലിയ മാർക്കറ്റ് കാലങ്ങളായി അവിടെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ആ പോസിറ്റീവ്നെസ് എടുക്കാനാണ് എനിക്ക് തോന്നിയത്. മുൻവിധികൾ നമ്മെ പിന്നോട്ടടിക്കും. എവിടെയും നമുക്ക് അനുകൂലമായ പല ഘടകങ്ങളും ഉണ്ടാകും. ഇപ്പോൾ തന്നെ ടാക്സി സ്റ്റാൻഡിൽ പല ഡ്രൈവർമാരും എന്നെ പിടിച്ചു വലിച്ചപ്പോൾ അതിൽ പെടാതെ നിൽക്കാൻ ഇതുപോലൊരു ഡ്രൈവർ ഉണ്ടായല്ലോ. അയാൾ എനിക്ക് വേണ്ടി സംസാരിക്കുന്നില്ലേ? അതുപോലെ സത്യസന്ധരായ ഒരു പറ്റം വ്യാപാരികളും അവിടെ നിശ്ചയമായും ഉണ്ടാകും. അല്ലെങ്കിൽ ഇത്ര കാലം ഈ പ്രശസ്തിയോടെ മസായി മാർക്കറ്റ് നിലനിൽക്കില്ലല്ലോ. ഭക്ഷണശാലയിൽ നിന്നും തിരികെ ടൂറിസ്റ്റ് ഹോമിലേക്ക് പോകുന്നതിനിടയിൽ ഡ്രൈവർ ഒരു സ്വകാര്യം പോലെ ചോദിച്ചു, താങ്കൾ നെയ്റോബിയിൽ നിന്ന് മടങ്ങുവോളം ഞാൻ കൂടെ നിന്നോട്ടെ?
ടാക്സിക്ക് ഓട്ടം കിട്ടാനല്ല, അതെനിക്ക് വേറെയും കിട്ടുമല്ലോ. പക്ഷെ എന്തോ താങ്കൾ എനിക്ക് വിട്ടുപോകാൻ തോന്നുന്നില്ല. അതേ വികാരമാണ് എനിക്ക് തിരികെയും പ്രകടിപ്പിക്കാനുണ്ടായിരുന്നത്. നെയ്റോബിയിൽ താങ്കളായിരിക്കും എൻ്റെ സാരഥി, മടങ്ങിപ്പോകും വരെ. അപരിചിത ദേശങ്ങളെ പരിചിതമാക്കുന്നത് മനുഷ്യബന്ധങ്ങളല്ലാതെ മറ്റൊന്നല്ല. ഇരുണ്ട ഭൂഖണ്ഡത്തിൽ മനസ്സിൽ വെളിച്ചം നിറച്ച മനുഷ്യരെ എമ്പാടും കണ്ടെത്തിയ സുന്ദരമായ കഥ കൂടിയാണ് ഈ നെയ്റോബി ഖണ്ഡം. അതിൻ്റെ ആരംഭം ആദ്യം മുതൽക്കേ വലിയ ആശങ്ക പേറി മുന്നിൽ അവതരിച്ച മസായി മാർക്കറ്റിൽ നിന്ന് തന്നെയായിരുന്നു എന്നത് ഒരു വൈരുദ്ധ്യമാവാം. ആളിക്കത്തുന്ന അഗ്നിയോടാണ് ആദ്യ ദിനാനുഭവങ്ങളിൽ മസായി മാർക്കറ്റ് എന്നിൽ സാമ്യപ്പെട്ടത്. തീയുടെ ജ്വലനം ചുറ്റിലും ചൂട് വമിപ്പിച്ചപ്പോൾ അതിനേക്കാൾ വ്യാപ്തിയിൽ അത് വെളിച്ചവും തരുന്നു. അതുപോലെയായിരുന്നു മസായി മാർക്കറ്റിന്റെ പ്രകൃതം. ആഫ്രിക്കയുടെ അനുഗ്രഹിക്കപ്പെട്ട അതിവൈവിധ്യമാർന്ന പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് അനാദൃശ്യമായ കൈവേലകളാൽ ഒരുക്കപ്പെട്ട ഒരുപാട് സാധനങ്ങൾ വിൽക്കാൻ വച്ചിരിക്കുന്ന കടകളുടെയും പടിത്താരകളുടെയും ഇടയിലൂടെ യന്ത്രത്തോക്കുകളുമായി സർക്കാരിന്റെ സെക്യൂരിറ്റി ഫോഴ്സ് സദാനേരവും റോന്തു ചുറ്റുന്നു. സെക്യൂരിറ്റി ഫോഴ്സ് മാർക്കറ്റിൽ നുഴഞ്ഞു കയറുന്ന അക്രമികളെ കൈ പിന്നിലേക്ക് പിണച്ചു കെട്ടിയും ചിലരെ കാൽച്ചങ്ങലക്കിട്ടും തുറന്ന വാഹനത്തിലിട്ട് കൊണ്ടുപോകുന്നത് ഇടയ്ക്കിടെ കാണാം. വാഹനം മൃഗങ്ങളെ ഇടുന്ന കൂടുപോലെ കമ്പിവല പാകി തുറന്നിട്ടിരിക്കുന്നത് ഓരോ അക്രമിക്കുമുള്ള മുന്നറിയിപ്പാണ്. കാണുക, ഇതാണ് നിങ്ങളുടെ അനുഭവം. എന്നിട്ടും അവിടെ കയ്യൂക്കും കവർച്ചയും നടക്കുന്നു, ഒരു സാധാരണ സംഭവം പോലെ. തൊഴിലില്ലായ്മയും സാമൂഹികാസമത്വവും കലുഷിതമായ രാഷ്ട്രീയവും ചേർന്ന് സൃഷ്ടിക്കപ്പെടുന്ന ക്രിമിനലൈസേഷൻ എന്നതിനെ പുറമേയുള്ളവർ സാമാന്യേന വിലയിരുത്തുമ്പോൾ, അങ്ങനെയല്ലാതെ തൊഴിലെടുത്ത് മാന്യമായി ജീവിക്കുന്ന ബഹുഭൂരിപക്ഷവും ഇതിനെ തെമ്മാടിത്തമെന്ന് വിളിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഇതിലെ ന്യായാന്യായങ്ങൾ എന്തുതന്നെയായാലും മസായി മാർക്കറ്റും കെനിയൻ ജീവിതവും എനിക്ക് തന്നത് തുല്യതയില്ലാത്ത അനുഭവങ്ങളാണ്. പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും 18 തട്ടുകളായി നിലകൊള്ളുന്ന ഒരു കുന്നുപോലെയാണ് മാർക്കറ്റ് നിലകൊണ്ടിരുന്നത്. ഓരോ തട്ടും ഉൽപ്പന്നങ്ങളെ തരാതരം തിരിക്കുന്നു. 18 തട്ടുകളിലായി ആഫ്രിക്കയുടെ പാരമ്പര്യവും സംസ്കൃതിയും അതിനുമേൽ കാലം വരുത്തിയ പരിഷ്കൃതിയും അടുക്കപ്പെട്ടിരിക്കുന്നു. ഏറ്റവും മുകളിൽ നിന്നുള്ള മാർക്കറ്റിന്റെ കാഴ്ച വർണ്ണിക്കുക അസാധ്യം. സർക്കാർ നിയന്ത്രണത്തിലുള്ള മാർക്കറ്റിന്റെ പ്രവർത്തനം പുലർച്ചെ 5 മണി മുതൽ മധ്യാഹ്നം വരെയാണ്. ഉച്ചഭക്ഷണം കഴിക്കാൻ നേരത്ത് പിരിഞ്ഞില്ലാതാകുന്ന ഇത്ര ജനബാഹുല്യമുള്ളൊരു മാർക്കറ്റ് ഒരുപക്ഷേ ലോകത്ത് വേറെ ഉണ്ടാകില്ല. ഈ സമയക്ലിപ്തതയ്ക്ക് ഒരു കാരണം 100, 150, 200 കിലോമീറ്റർ ദൂരെ നിന്നുള്ള ഗ്രാമീണർക്ക് തങ്ങളുടെ നിർമ്മാണ സാധനങ്ങളുമായി വന്ന് വിറ്റഴിച്ച് അത്രയും ദൂരം ബസ്സിലും ട്രക്കുകളിലുമൊക്കെയായി തിരികെ പോകേണ്ടതുണ്ട്. ഉച്ചതിരിയുന്നതോടെ മടങ്ങിയാലേ അർദ്ധരാത്രിയോടെയെങ്കിലും വീടണയാൻ പറ്റൂ. ചൊവ്വയും ബുധനുമായാണ് ചന്തയുടെ പ്രവർത്തനം ക്രമീകരിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ കച്ചവടക്കാർ എത്തി കടകൾ സജ്ജീകരിക്കും. കടയെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ സാധാരണ തെളിഞ്ഞു വരുന്ന ചിത്രവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. 1 മീറ്റർ ചതുരത്തിലുള്ളൊരു കാലുകൾ മടക്കി വയ്ക്കാവുന്ന ഇരുമ്പ് മേശ, വെയിൽ തട്ടാതിരിക്കാൻ മുകളിലൊരു താൽക്കാലിക മേലാപ്പ്. ഇതാണ് കട. ജനനിബിഡമാർന്ന ഇന്ത്യൻ നഗരങ്ങളിലെ വഴിയോര കച്ചവടമാണ് ഇതെന്നെ ഓർമ്മിപ്പിച്ചത്. 1 സ്ക്വയർ മീറ്റർ മേശകൾ ഇങ്ങനെ നിരനിരയായി അനന്തമായി നീളുന്നു. ഇതിനഭിമുഖമായി മറ്റൊരു നിരയും. രണ്ടിനുമിടയ്ക്ക് നേർരേഖയായി കിടക്കുന്ന ഇത്തിരി ഇടമാണ് വഴിയെന്ന പേരിലുള്ളത്. ഇതിനിടയിലൂടെ ഞെങ്ങിഞ്ഞെരുങ്ങിയാണ് ആൾസഞ്ചാരം. നിതംബവും മാറും അസാമാന്യ വലിപ്പത്തിലുള്ള പെണ്ണുങ്ങൾ ഇടയ്ക്കിടെ പോകുമ്പോൾ വഴി പിന്നെയും ശ്വാസം മുട്ടുന്നു. ഇങ്ങനെ പൊതുവെ ശരീരവലിപ്പമുള്ളവരാണ് പെണ്ണുങ്ങളിൽ അധികവും. അസൗകര്യങ്ങളൊന്നും ആരും ഗവനിക്കുന്നില്ല, എല്ലാം ശീലമായതുപോലെ. 18 തട്ടുകളിലുമായി ഇങ്ങനെ 15,000-ഓളം വ്യാപാര മേശകൾ ചേരുന്നതാണ് മസായി മാർക്കറ്റ്. മേശയൊന്നിന് ഓരോ ദിവസവും വാടകയായി 150 ഷില്ലിംഗ് സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട്. ഇതിൽ 20 ഷില്ലിംഗ് സെക്യൂരിറ്റി ഫോഴ്സിനെ ഏർപ്പെടുത്തിയിട്ടുള്ളതിന്റെ ഫീസാണ്. കച്ചവടക്കാരുടെ വേഷം കെട്ടിപ്പോലും എത്തുന്ന അക്രമികളെ തുരത്താൻ സർക്കാരിന്റെ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിന് 20 ഷില്ലിംഗ് കൊടുക്കുന്നതിൽ അവർക്ക് പ്രയാസമില്ല. ആ തുക കൊടുത്താൽ സമാധാനത്തോടെ കച്ചവടത്തിൽ ശ്രദ്ധിക്കാമല്ലോ എന്നാണ് അവർ കരുതുന്നത്. മാർക്കറ്റ് മുഴുവൻ ചുറ്റിക്കാണാൻ 2 പകൽ വേണ്ടി വന്നു. വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്ന സാധനങ്ങളിൽ പലതും മറ്റൊരു രാജ്യത്തും കാണാത്തവയായിരുന്നു. കെനിയയുടെ ഉൾനാടൻ ജനതയുടെ കൈവേലകളും
അധ്വാനവും അതിലടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ അവിടെ കണ്ട പല നിറത്തിലും തരത്തിലുമുള്ള പഴവർഗ്ഗങ്ങളും സുഗന്ധലേപനങ്ങളും സുഗന്ധവ്യഞ്ജനങ്ങളുമൊക്കെ അനന്യമെന്ന് പറയാവുന്നതായിരുന്നു. അവ വമിപ്പിക്കുന്ന ഹൃദ്യമായ മണം ആസ്വദിക്കുമ്പോൾ അറിയാതെ ജന്മനാട്ടിൽ എത്തിച്ചേർന്നതുപോലെ. കൗമാരകാലത്ത് തലശ്ശേരി അങ്ങാടിയിൽ ഇതേ സുഗന്ധമേറ്റ് നടന്നിട്ടുണ്ട്. കുരുമുളകിന്റെയും ഏലക്കായുടെയും പല ആകൃതിയിലുള്ള കുപ്പികളിൽ കിട്ടുന്ന ലേപനങ്ങളുടെയും വാസന ഇതാ മറ്റൊരു ഭൂഖണ്ഡത്തിലെ മാർക്കറ്റിലും എന്നെ ചൂഴുന്നു. തുറന്ന അങ്ങാടികളുടെ പ്രകൃതം എവിടെയും ഒന്നാണെന്ന് ഇത് പറഞ്ഞു തരികയായിരുന്നു. തലശ്ശേരിയിലെന്ന പോലെ വിൽപ്പനക്കാരും ഉപഭോക്താക്കളും തമ്മിലുള്ള ഇടപാടുകൾ മസായി മാർക്കറ്റിലും വലിയ ശബ്ദത്തിലാണ് കേൾക്കുന്നത്. വാണിജ്യത്തിന്റെ അനിവാര്യമായ ആരവം പോലെ. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ബിസിനസ്സിലുള്ള താല്പര്യം കൊണ്ടാവാം അവിടെ കണ്ട സാധന സാമഗ്രികളെന്ന പോലെ അവിടെ വന്നു പോകുന്ന ആളുകൾ അണിഞ്ഞിരിക്കുന്ന ആടയാഭരണങ്ങളും എന്നെ വല്ലാതെ ആകർഷിച്ചു. ഏവരിലും ആഭരണത്തോടുള്ള ആഭിമുഖ്യം മുന്നിട്ട് നിൽക്കുന്നു, സ്ത്രീ പുരുഷ ഭേദമന്യേ. ഒന്നും വിലപിടിപ്പുള്ള സ്വർണം കൊണ്ടോ വജ്രം കൊണ്ടോ ഒന്നുമല്ല. കാട്ടുമൃഗങ്ങളുടെ നഖങ്ങളും ദംഷ്ട്രകളും മനോഹരമായി ചെത്തിയെടുത്ത് അത് ഒറിജിനലെന്നോ ആർട്ടിഫിഷ്യലെന്നോ തിരിച്ചറിയുക പ്രയാസം. ലോലമായ വെള്ളിക്കമ്പി ചുറ്റി അത് ലോക്കറ്റാക്കിയ മുത്തുമാലകൾ പ്രൗഢിയുടെ ചിഹ്നമെന്ന് തോന്നിപ്പിക്കുമാർ അണിഞ്ഞിരിക്കുന്നു. കർണാഭരണങ്ങൾ ഏതോ ലോഹക്കൂട്ടുകളും പല നിറത്തിലുള്ള കല്ലുകളും ചേർന്നിട്ടാണ്. വളകളും കാൽത്തളകളും വനവിഭവങ്ങൾ കൊണ്ടുള്ളതാണെന്നത് ഏറെ ശ്രദ്ധേയമായി. സോഫ്റ്റുകളെ കൊണ്ടുണ്ടാക്കിയ പ്ലേറ്റുകൾ, മഗ്ഗുകൾ, കട്ട് ഗ്ലാസുകൾ തുടങ്ങി അനവധി അടുക്കള ഉപകരണങ്ങളുടെ വിൽപ്പനശാലകളാണ് ഒരു തട്ട് നിറയെ. പ്രകൃതിയിൽ നിന്നും അല്ലാത്തതുമായ അസംസ്കൃത വസ്തുക്കൾ കൂട്ടിക്കലർത്ത് നിർമ്മിച്ചിട്ടുള്ളവയാണ് അതിലേറിയ പങ്കും. ഇവയുടെ നിർമ്മാണ രീതി കുറച്ച് കലാപരമായാൽ ഇതെല്ലാം വാല്യൂ ആഡഡ് പ്രോഡക്റ്റാക്കി മാറ്റാവുന്നതാണെന്ന് ഞാൻ കണ്ടു. ഏറെ ആകർഷകമായി തോന്നിയത് നേരത്തെ പറഞ്ഞ ആഭരണങ്ങളാണ്. ഉൾനാടുകളിലെ തനി വിഭവങ്ങൾ കൊണ്ടുണ്ടാക്കിയ വൈവിധ്യം നിറഞ്ഞ ആ ആഭരണങ്ങൾ ആർട്ട് ആൻഡ് ക്രാഫ്റ്റിന്റെ ഭാഗമായി വരുന്നത് ആ നിമിഷം സ്വപ്നദർശനം ചെയ്തു. സർഗാത്മകതയും സൗന്ദര്യബോധവും ചാലിച്ചുകൊണ്ടുള്ള അതിനൂതനമായ ഡിസൈനിങ്ങിൽ ഇവയെല്ലാം വാർത്തെടുത്താൽ ന്യൂ ഡയമണ്ടായി ഇതിന് ലോകവിപണി നേടാമെന്ന് ആ സ്വപ്നത്തെ അകമനസ്സിൽ പൊലിപ്പിച്ചെടുത്തു. അതിന്റെ സഫലീകരണം മറ്റു രാജ്യങ്ങളിലേതുപോലെ നടത്തിയെടുക്കുക പ്രയാസകരമാകുമെന്നാണ് മസായി മാർക്കറ്റിന്റെ കലുഷിത പ്രകൃതം പറയുന്നത്. ഗവൺമെന്റിന്റെ ഉന്നത പ്രതിനിധികൾ മുതൽ വ്യവസായ പ്രമുഖർ വരെയുള്ളവർ ഇവിടെ വന്നു പോകുന്നതൊക്കെയും സുരക്ഷാ സന്നാഹങ്ങളോടെയാണ്. മെഷീൻ ഗൺ ഏന്തിയ സെക്യൂരിറ്റി ഫോഴ്സും അക്രമി സംഘങ്ങളും മുഖാമുഖം നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ഞാൻ വിഭാവനം ചെയ്യുമ്പോഴുള്ള കലാത്മക നിർമ്മിതികൾ ഒരു സങ്കല്പമായി തന്നെ അവശേഷിക്കുമോ? എന്നാൽ ഒരാശങ്കയിലും എനിക്കെന്നെ ഏറെ നേരം കെട്ടിയിടാനാവില്ല എന്നത് മറ്റൊരു സത്യം. അറിയാത്ത ദേശങ്ങളിൽ ഒറ്റയ്ക്കുള്ള സഞ്ചാരം, ഏതൊരു വിമാനത്താവളത്തിൽ നിന്നും പുറത്തു കടക്കുന്നത് മുതൽക്കുള്ള അനിശ്ചിതത്വം, ലക്ഷ്യത്തിൽ എത്തിച്ചേരാനാകുമോ എന്ന് ഉറപ്പില്ലായ്മ, ഇതെല്ലാം ഇഷ്ടപ്പെട്ട വെല്ലുവിളികളായി ഏറ്റെടുത്തതിന്റെ സദ്ഫലങ്ങളാണ് മുന്നോട്ടുള്ള പാതയിൽ പിന്തിരിയാൻ സമ്മതിക്കാത്തത്. അതിലേക്ക് എത്തിച്ചേരാൻ, വഴികാട്ടാൻ ഒരാളല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ അത്ഭുതം പോലെയോ ദൈവനിശ്ചയം പോലെയോ മുമ്പിൽ എത്തിച്ചേരാറുണ്ട്. അത് നെയ്റോബിയിൽ മസായി മാർക്കറ്റിലും സംഭവിച്ചു. മാർക്കറ്റിലെ ആൾക്കൂട്ടത്തിൽ നിന്ന് നല്ല ആക്സന്റിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കേട്ടാണ് ആ യുവതിയെ ശ്രദ്ധിച്ചത്. നന്നായി വേഷവിധാനം ചെയ്ത കെനിയൻ യുവതി ഒരു ഇന്ത്യക്കാരൻ എന്ന് തോന്നിക്കുന്ന ഒരാളോട് സംസാരിക്കുകയാണ്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നും ഒറിജിനലി റൂറൽ പ്രോഡക്റ്റ് എന്നുമൊക്കെ കേട്ടപ്പോൾ എന്നിൽ ജിജ്ഞാസയായി. എന്റെ പ്രൊഫഷനുമായി കുറച്ച് സാദൃശ്യമുള്ള വാക്കുകളാണത്. ഞാൻ കുറച്ചുകൂടി അടുത്തേക്ക് ചെന്നു. സംസാരം അവസാനിപ്പിച്ച് ആ ഇന്ത്യക്കാരൻ പോയ ഉടനെ ഞാൻ യുവതിയുടെ നേർക്ക് കൈനീട്ടി ഔപചാരികതയോടും എന്നാൽ കുറച്ച് അനൗപചാരികതയോടെയും ഇങ്ങനെ പറഞ്ഞു, ഹലോ, എൻ്റെ പേര് ഫാക്കി. നിങ്ങളിപ്പോൾ സംസാരിച്ച ആളെപ്പോലെ ഞാനും ഒരു ഇന്ത്യക്കാരനാണ്. ഗ്രാമങ്ങളിൽ നിർമ്മിച്ച ഏതൊക്കെയോ ഉൽപ്പന്നങ്ങളെപ്പറ്റിയാണ് നിങ്ങൾ സംസാരിച്ചതെന്ന് തോന്നുന്നു. അതേപ്പറ്റി അറിയാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. സഹായിക്കുമല്ലോ? യുവതി ഹസ്തദാനം സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു. ഓ ഷുവർ, മൈ നെയിം ഈസ് ഫെയ്ത്ത്. മമ്മൂനു എന്ന സ്ഥലത്ത് നിന്നാണ് ഞാൻ വരുന്നത്. നെയ്റോബിയിൽ നിന്ന് 254 കിലോമീറ്റർ ദൂരെ നിന്ന്. കൂടെയുള്ള 40ഓളം വരുന്ന സ്ത്രീ പുരുഷന്മാരുടെ സംഘത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട്, ഇവരൊക്കെ അവിടെ ഒന്നുചേർന്ന് വർക്ക്ഷോപ്പ് നടത്തുന്നവരാണ്. ആ പെട്ടിയിലുള്ളതൊക്കെ ഇവർ സ്വയം ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങളാണ്. അപ്പോഴാണ്
അവർ കൂട്ടം കൂടി നിന്നതിന്റെ മറവിൽ കുറേയധികം ഹാർഡ്ബോർഡ് പെട്ടികൾ വെച്ചിട്ടുള്ളത് ശ്രദ്ധയിൽപ്പെടുന്നത്. അവർ അത് തുറന്നു കാണിച്ചു. വനവിഭവങ്ങൾ കൊണ്ടുള്ള കമനീയമായ ഉൽപ്പന്നങ്ങൾ. പ്രഭാതം മുതൽ ഇതുവരെ, ഉച്ചനേരം വരെ ഇവിടെ വിറ്റഴിച്ചതിന്റെ ബാക്കിയാണത്. ഉച്ചകഴിഞ്ഞ് വിൽപ്പനയില്ലാത്തതിനാൽ അത് തിരികെ കൊണ്ടുപോവുകയേ നിവർത്തിയുള്ളൂ. നിങ്ങൾ തിരിച്ചു കൊണ്ടുപോകണ്ട, ഞാൻ വാങ്ങിക്കൊള്ളാം. എല്ലാറ്റിനുമായി എത്ര ഡോളർ വരും എന്ന എന്റെ ചോദ്യം കളിയായേ ആദ്യം അവരെടുത്തുള്ളൂ. ഇതിന്റെ ഹോൾസെയിൽ വില കണക്കാക്കിയാൽ തന്നെ $6000 വരുമെന്നും അവർ പറഞ്ഞു. എത്ര പീസ് ഉണ്ടെന്നും എന്തൊക്കെയാണ് ഉൽപ്പന്നങ്ങളെന്നും പരിശോധിച്ച ശേഷം $6200 ഞാൻ എടുത്തു നീട്ടി. ഒരു വേള അവർ സ്തബ്ധരായിപ്പോയി. എന്റെ ബിസിനസിന്റെ വ്യാപ്തി അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത്. ആ വലിയ ഇടപാടിലൂടെ അവരുമായി കൂടുതൽ അടുത്തു. ആ അടുപ്പത്തിലൂടെ കെനിയയുടെ ഗ്രാമീണ ഹൃദയം തുറന്നു കിട്ടി. ഫെയ്ത്ത് എന്നെ അവരുടെ ജന്മഗേഹത്തിലേക്ക്, പർണശാലകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആന്റിക്രാഫ്റ്റിന്റെ ജീവൻ തുടിക്കുന്ന ഒരു ലോകം കാട്ടിത്തന്നു. ഗ്രാമീണ തൊഴിൽ മേഖലയെ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി കെനിയൻ സർക്കാർ നടത്തിവരുന്ന നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ പ്രസിഡന്റാണ് ഫെയ്ത്ത് എന്നത് എന്റെ ഈ മേഖലയിലെ അന്വേഷണങ്ങളെ കൂടുതൽ സുഗമമാക്കി. ഫെയ്ത്തിന്റെ നാടായ മമ്മൂനു ജനവാസം കുറഞ്ഞ ദേശമായിരുന്നു. കാടിന്റെ സമൃദ്ധിയും അതോടൊപ്പം വിജന പ്രദേശങ്ങളും ചേരുന്ന മിശ്രിത ഭൂമി. ജീവിക്കണമെങ്കിൽ കഠിനമായി അധ്വാനിക്കണം. ആശ്രയിക്കാൻ വനവിഭവങ്ങൾ മാത്രം. തൊഴിൽപരമായ ആവശ്യങ്ങൾക്ക് മരം മുറിക്കാൻ സർക്കാരിന്റെ അനുവാദമുണ്ട്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗവൺമെന്റ് നൽകുന്ന പ്രധാന ഇളവ്. ഈ ഓർഗനൈസേഷന്റെ വർക്ക്ഷോപ്പുകളിൽ മരത്തടികൾ കൊണ്ടുള്ള വസ്തുക്കളുടെ നിർമ്മാണമാണ് കൂടുതലും നടക്കുന്നത്. വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ വൃക്ഷച്ചുവട്ടിൽ കെട്ടിയുണ്ടാക്കിയ വെറും ഷെഡുകൾ. ഇലപ്പടർപ്പുകളാണ് മേൽക്കൂര. ഇങ്ങനെ ധാരാളം ഷെഡുകൾ വനപ്രദേശത്തിന് ചുറ്റുമായി കാണാം. ഇവയുടെ ഏകോപനവും സുഗമമായ പ്രവർത്തനവും വിൽപ്പനയുമാണ് ഫെയ്ത്തിന്റെ ചുമതലയിലുള്ളത്. അവിടെ എല്ലായിടത്തുമായി ധാരാളം ഉൽപ്പന്നങ്ങൾ കണ്ടതിൽ എന്നെ ഏറ്റവും ആകർഷിച്ചത് ജിറാഫിനെ തീം ചെയ്തുകൊണ്ടുള്ള ആന്റിക്രാഫ്റ്റ് വിഭാഗത്തിൽപ്പെട്ട നിർമ്മിതികളാണ്. എന്തിലും ജിറാഫ് വരുന്ന ആ കല ഒന്നാം തരമായിരുന്നു. ഒരു സ്പൂൺ എന്ന് കരുതുക. അതിന്റെ പിടിയറ്റം ജിറാഫിന്റെ തലയായിരിക്കും. കുക്കയിട്ട് വലിക്കുന്ന പൈപ്പിന്റെ പുക പോകുന്ന ഭാഗം ജിറാഫ് കഴുത്തുനീട്ടുന്നത് പോലെയായിരിക്കും. പേനയിലും മെഴുകുതിരി സ്റ്റാൻഡിലും ഡ്രസ് ഹാങ്ങറിലും എന്തിന് ടൂത്ത് ബ്രഷിന്റെ പിടിയിൽ വരെ ജിറാഫ് കഴുത്തുനീട്ടി നിൽപ്പാണ്. ഇങ്ങനെ 50-ലധികം ഇനങ്ങളാണ് ജിറാഫിൽ തീർത്തിട്ടുള്ളത്. ഞാൻ ഏറ്റവും അധികം ഓർഡർ നൽകിയതും ഇതിന് തന്നെ. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നാണ് സംരംഭത്തിന്റെ പേരെങ്കിലും ഇത് വേണ്ടവിധം ഓർഗനൈസ്ഡ് അല്ല എന്നും അതിന് വേണ്ടതെന്തെന്നും ഈ രംഗത്തെ സ്വന്തം അനുഭവങ്ങളെ മുൻനിർത്തി ഞാൻ പറയുകയുണ്ടായി. ഇത്രയും ആളുകൾ, അതിലേറെയും സ്ത്രീകൾ, പകലന്തിയോളം കഷ്ടപ്പെട്ടിട്ട് അതിന് തക്ക വരുമാനമല്ല അവർക്ക് കിട്ടിപ്പോന്നത്. ഉൽപ്പന്നങ്ങളൊക്കെയും വാല്യൂ ആഡഡ് പ്രോഡക്റ്റാക്കി മാറ്റുന്നത് എങ്ങനെയെന്നറിയാത്തതാണ് അതിന് കാരണം. ഈ രംഗത്ത് സംഭവിക്കുന്ന മാറ്റങ്ങളൊന്നും കെനിയയിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സർക്കാർ മിഷനറിയെ ആരും ബോധവൽക്കരിക്കാത്തതാവാം കാരണമെന്ന് എനിക്ക് തോന്നി. ഇക്കാര്യങ്ങളൊക്കെയും ചർച്ച ചെയ്യേണ്ടി വന്ന ഒരു വേളയിൽ ഫെയ്ത്ത് പറഞ്ഞു, ഒട്ടേറെ അനുഭവങ്ങളുള്ള താങ്കൾക്ക് ഇക്കാര്യത്തിൽ ഞങ്ങളെ സഹായിക്കാനാകും. ഇത് വ്യക്തിപരമായ കാര്യമായിട്ടെടുക്കണ്ട. ഒഫീഷ്യലായി തന്നെ നമുക്ക് നീങ്ങാം. ഗവൺമെന്റ് താങ്കൾക്കൊപ്പമുണ്ടാകും. പറയുന്നത് ഗവൺമെന്റിന്റെ ഒരു വക്താവാണ്. ആ വാഗ്ദാനം ഫെയ്ത്ത് നിറവേറ്റിയതോടെ അനിശ്ചിതത്വത്തിന്റെ ഇരുൾ മൂടിക്കിടന്ന പാതകൾ വെളിച്ചപൂരിതമായി. അതായത് എന്തിനുമൊരു സുരക്ഷിതത്വം ഒരുങ്ങിക്കിട്ടി. മമ്മൂനു എന്ന ഗ്രാമവും തലസ്ഥാന നഗരിയായ നെയ്റോബിയും കടന്ന് തനിയെ ഒരിക്കലും കണ്ടെത്താനാവാത്ത കെനിയയുടെ ഭൂവിഭാഗങ്ങൾ അത്രയും സുപരിചിതമാകാൻ ഫെയ്ത്തിന്റെ കൈപിടിച്ചുള്ള യാത്ര ഉപകരിച്ചു. ഫെയ്ത്തിന്റെ പദ്ധതികളിൽ എന്റെ അനുഭവങ്ങൾ കൂടിക്കലർന്ന് അത് പുതിയ വിജയകഥകൾ എഴുതാൻ തുടങ്ങി. ഇന്ന് കെനിയയുടെ വിവിധ ദേശങ്ങളിലായി പാക്കി ഗ്രൂപ്പിൻ്റെതായി 40ഓളം യൂണിറ്റുകൾ പ്രവർത്തിച്ചു വരുന്നു. 20 വർഷം മുൻപ് ഞാൻ ചെന്നിറങ്ങിയ കെനിയയല്ല ഇന്നത്തെ കെനിയ. ദക്ഷിണാഫ്രിക്ക കഴിഞ്ഞാൽ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ എണ്ണപ്പെട്ട പുരോഗമന രാജ്യങ്ങളിലൊന്നായി അത് വളർന്നു കയറിയിരിക്കുന്നു. പ്രമുഖ വ്യക്തികളും വ്യാപാര പ്രമുഖരുമൊക്കെ യന്ത്രത്തോക്കേന്തിയ സെക്യൂരിറ്റി ഫോഴ്സിന്റെ അകമ്പടിയോടെ സഞ്ചരിക്കുന്ന കാഴ്ചയ്ക്കും വിരാമമായിരിക്കുന്നു. അങ്ങനെയുണ്ടെങ്കിൽ തന്നെ അതൊറ്റപ്പെട്ട കാഴ്ചയെന്നേ പറയാനാകൂ.
മസായി മാർക്കറ്റ് പരമ്പരാഗത വാണിജ്യത്തിന്റെ മടിത്തട്ടായി ഇന്നും കൂടുതൽ ശോഭയോടെ പരിലസിക്കുന്നു. ലോകമെങ്ങും സഞ്ചരിക്കുന്ന ആളെന്ന നിലയിൽ പറയട്ടെ, ഏറ്റവും ഭാവിയുള്ള ഭൂഖണ്ഡമാണിന്ന് ആഫ്രിക്ക. അവസരങ്ങളുടെ അടുത്ത ഗൾഫ് എന്നു പോലും വ്യവസായ സമൂഹം പറഞ്ഞു തുടങ്ങിയിട്ട് കുറച്ചായിരിക്കുന്നു. പക്ഷെ എന്തുകൊണ്ടോ ആളുകൾ അത്രയ്ക്കങ്ങ് കുതിച്ചെത്തുന്നില്ല. മുന്നനുഭവങ്ങൾ നൽകിയ, അല്ലെങ്കിൽ ഇപ്പോഴുമുണ്ട് എന്ന് പ്രചാരത്തിലിരിക്കുന്ന ക്രിമിനൽ വൽക്കരണമാണ് അതിന് കാരണം. ഭയം എങ്ങനെ തുടച്ചു നീക്കാമെന്നറിയുന്നവർക്ക് ഇതൊന്നാം തരം ഖനിയാണ്. 3-4 തലമുറകളായി അവിടെ കൃഷിയും ബിസിനസ്സും ഉദ്യോഗവുമായി കഴിയുന്ന ഒരുപാട് ഇന്ത്യൻ കുടുംബങ്ങളുണ്ട്. ആഫ്രിക്കൻ ജനജീവിതത്തോട് ഇഴുകിച്ചേർന്ന് അവർ സ്വൈര്യമായി ജീവിക്കുന്നു. മറ്റു ഭൂഖണ്ഡങ്ങളിൽ ഒന്നും കാണാത്തത്ര പ്രകൃതി സമ്പത്ത് കൊണ്ട് സമ്പന്നമാണ് ആഫ്രിക്ക. അതിനാൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നൂതന പദ്ധതികൾ ചിന്തിച്ചു നടപ്പിലാക്കാൻ കഴിയുന്നവർക്ക് അത് അക്ഷയഖനിയും.